അസ്സലാമലൈക്കും വെൽക്കം ടു മച്ചൂടെ. ഞാൻ അസ്ന. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ ചില്ലി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി നിൽക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോയാബീൻ ചില്ലിക്ക് ആവശ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് വേണ്ടത് സോയാബീൻ 150 ഗ്രാം സോയാബീൻ കുറച്ചധികം വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തത് 3 പ്രാവശ്യം കഴുകി പിഴിഞ്ഞ് വെച്ച സോയാബീനാണ്. 2 സബോള ക്യൂബാക്കി അരിഞ്ഞത്, 1 ക്യാപ്സിക്കം ക്യൂബാക്കി അരിഞ്ഞു വെച്ചത്, 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂണ് സാദാ മുളകും പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളകും പൊടി, 1 ടീസ്പൂണ് വിനീഗർ, 1/2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, 1/2 ടീസ്പൂണ് ചില്ലി സോസ്, 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, 1 കോഴിമുട്ട, 1 ടേബിൾ സ്പൂണ് മല്ലിച്ചപ്പ്, 1 ടേബിൾ സ്പൂണ് മൈദ, 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി, 1/2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി, 2 പച്ചമുളക് 4 കട്ട് ചെയ്ത് വെച്ചത്, ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് വെള്ളം. നമുക്കിനി സോയാബീൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് സോയ സോസ് വീഴ്ത്താം, ചിക്കൻ മസാല ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, മൈദ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലോർ, വിനീഗർ, മുളകും പൊടി. നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 20 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് വെക്കണം. അതിൽ കൂടുതൽ വെക്കാൻ പറ്റുന്നവർക്ക് വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പാൻ വെക്കുക. പാൻ ചൂടാവണ വരെ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് വീഴ്ത്താം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വീഴ്ത്താൻ പോവാണ്. നന്നായിട്ടിത് മിക്സ് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ വീഴ്ത്താം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോയാബീന് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇത് മതി, ചെറുതായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി. നമുക്കിത് കോരിയെടുക്കാം.
ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഇനി എല്ലാതും പൊരിച്ചെടുക്കാം. ഇതുപോലെ എല്ലാ സോയാബീനും ഇങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ സോയാബീൻ പൊരിച്ച എണ്ണ കുറച്ച് വീത്തിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് സബോള ചേർക്കാം. ചൂടായിട്ടുണ്ട്. ഇനി സബോള ചേർക്കാം. തീ കുറച്ചിട്ട് വേണം ചേർക്കാൻ. സബോള ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ക്യാപ്സിക്കം, അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ചേർക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. പച്ചമുളകും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉള്ളി അധികം കണ്ട് വാടണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. ഇതാ വഴന്നിട്ടുണ്ട്. ഇത്ര പോരെ വഴന്നാൽ മതി. നന്നായി വെന്ത് തുടങ്ങിയൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോണ വരെ ഇതൊന്ന് വഴറ്റുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് വേവണം. തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊരിച്ച് വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ്, സോയ സോസ്, ടൊമാറ്റോ സോസ്, നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കലക്കിയതാണ്. ഇത് നമുക്ക് ഈ ചില്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചാക്കി ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യും.
അപ്പോൾ നമ്മളെ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.